ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പഴയ ഗ്യാരേജിനെ നമ്മൾ റീബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഗ്യാരേജ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെയായിരുന്നു നമ്മുടെ ഗ്യാരേജ് നേരത്തെ ഇരുന്നത്. ഈ ഒരു കോർണറായിരുന്നു നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തായിരുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ പുതിയ ഗ്യാരേജും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ പഴയ ഗ്യാരേജ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തപ്പം അതിലെ സാധനങ്ങൾ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കൂടി എടുത്ത് ഞാൻ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാരേജിന്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. എന്തിനെങ്കിലും വല്ല ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാട്ടോ. ശരിക്കും നമ്മൾ എടുത്ത് വെച്ചിട്ട് 6-7 മാസമായി. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതൊരു സെറ്റാണ്. ഇത് നമ്മുടെ ടേബിളും ചെയറും കൂടെ അങ്ങനെ വരും. പിന്നെ ഇതൊക്കെ ശരിക്കും നമ്മളൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തതാണ്. ഒരു ഹെൽമെറ്റ് ആണ് കേട്ടോ. അത് ഹെൽമെറ്റിനകത്ത് ഞാനൊരു ക്യാരക്ടറിന്റെ ഫേസും കൂടി ഇട്ട് നോക്കിയായിരുന്നു. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇട്ട് നോക്കിയതാണ്. ഇതുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ എന്തായിരുന്നു, ജാക്കിന്റെ വീഡിയോ. അപ്പോൾ ഇനി ഇതെല്ലാം നിങ്ങളെ കാണിക്കാൻ സമയം കളയുന്നില്ല. നമുക്ക് ഇവരെ അടുത്ത് പെട്ടെന്ന് ഒന്ന് അടുക്കി വെക്കാം. ഇതെങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം നമ്മുടെ ടൂൾസും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു കുഞ്ഞ് എന്നാ പരിപാടി. ഞാൻ നമ്മുടെ പഴയ ഗ്യാരേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അയച്ച എന്റെ കുറെ വീഡിയോസിന്റെ താഴെയില്ലേ കുറെ കമന്റ് കണ്ടേ. നോക്കിക്ക്, ബെഡ് ഉണ്ടാക്കാവോന്ന്. ബെഡോ? കുഞ്ഞു ബെഡോ? ട്രൈ നോക്കിയാ ഉണ്ടാക്കാം, ചെയ്ത് നോക്കാം. അപ്പം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? അങ്ങനെ പറഞ്ഞേ, ഞാനൊരു ബെഡ് മേടിക്കാൻ പറഞ്ഞിട്ട് റിയൽ ബെഡ്, വലിയ ബെഡ്, പുതിയൊരു ബെഡ്. പുതിയ ആള് വരുന്നുണ്ടാണോ? അങ്ങനെ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ അടുത്ത വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. വീഡിയോ ഒക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വീഡിയോ എപ്പോഴും പ്രതീക്ഷിക്കാതെ. അപ്പൊ എന്താണ് ഇപ്പൊ ഗ്യാരേജിലേക്ക് നമ്മളൊരു കുഞ്ഞു ബെഡ് ഉണ്ടാക്കാൻ പോവാണ്. വലിയ ബെഡ് വേണോ? വലിയ ബെഡ് വേണം. പുതിയ ആള് വരുമ്പോ പുതിയ ബെഡ്. അപ്പൊ സിജി പറഞ്ഞ പോലെ എന്താണ് നമ്മളൊരു മാട്രസ് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ എനിക്ക് റെഫറൻസ് നോക്കണമെങ്കിൽ ഒരു നല്ല മാട്രസ് വേണം. അതുകൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നതെന്ന് നോക്കി അപ്പോഴാണ് നമ്മൾ എമ്മ കണ്ടുപിടിച്ചത് കേട്ടോ. എമ്മ ജർമ്മനി. 33 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള യൂറോപ്പിലെ ഹൈസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആയിട്ടുള്ള എമ്മ ഹൈബ്രിഡ് മാട്രസ് ആണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരെണ്ണമാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു മാട്രസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. വേറെ ഒരു മാട്രസും തരാത്ത പോലെ 15 വർഷമാണ് കേട്ടോ എമ്മ മാട്രസിന് വാറണ്ടി തരുന്നത്. 100 ദിവസം ഫ്രീ ട്രയൽ ഇവർ തരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 100 ദിവസത്തിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. പിന്നെ ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നോ കോസ്റ്റ് EMI വരുന്നുണ്ട്. ബെഡ് പുറത്തേക്ക് എടുക്കുവാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഒരു മാനുവലും അതുപോലെ തന്നെ ഇതിനകത്തൊരു കുഞ്ഞ് കട്ടറും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബെഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കട്ടറാണ്. കാണിച്ചു തരാം. നമ്മുടെ ബെഡിന് ഡാമേജ് ഒന്നും വരാതെ സേഫ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി എമ്മയുടെ തന്നെ ബ്രാൻഡിങ് ഉള്ള ഒരു കട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. മാനുവൽ പിന്നെ നമുക്കിപ്പോൾ ആവശ്യമില്ല. മാനുവൽ ഇവിടെ ഇരിക്കട്ടെ. ശരിക്കും ബെഡ് ഈ കാണുന്നതിനേക്കാളും എക്സ്പാൻഡ് ചെയ്യും കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഷ്രിങ്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ ചെയ്യാം. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കയറ്റുക. അതിനുശേഷം നല്ല ഷാർപ്പാണ് കേട്ടോ. കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ഓപ്പണായി വരുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് സ്റ്റക്കായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇത് തന്നെ എക്സ്പാൻഡ് ആവുകയാണ്. ഓക്കെ, ഇച്ചിരി തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നേരെ ഇടാം. അടിപൊളി. നമ്മൾ കൊണ്ടുവന്നതിൻ്റെ 3 ഇരട്ടി സൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും എക്സ്പാൻഡ് ആയി വരാൻ വേണ്ടി. നമ്മുടെ ടൂൾ വെച്ച് തന്നെ പ്ലാസ്റ്റിക് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതുണ്ടല്ലോ, നമ്മുടെ ബെഡും കൈയും എല്ലാം സേഫാണ് കേട്ടോ. കുറേ അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്ലാസ്റ്റിക് കവർ കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാട്രസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 2 ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇതേ പിടിച്ചിട്ട് ബെഡിനെ റീപൊസിഷനൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഈ സംഭവം കൊടുത്തിരിക്കുന്നത്.
emmasleep.in എന്ന് പറയുന്ന വെബ്സൈറ്റ് കയറുവാണെങ്കിൽ നമുക്ക് എമ്മ മാട്രസിൻ്റെ തന്നെ പല വേർഷൻസും അതുപോലെ തന്നെ നല്ല അടിപൊളി ഓഫേഴ്സ് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ മാട്രസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 4 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡീകംപ്രസ്ഡ് ആകാൻ വേണ്ടി എടുക്കുന്നത്. നമ്മൾ മാട്രസിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് മനസ്സിലാകും കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഓർത്തോപീഡിക് സപ്പോർട്ട് വിത്ത് കൂളിംഗ് സെൻസേഷൻ ഉണ്ട്, മോഷൻ അബ്സോർപ്ഷൻ ഫീച്ചറും ഉണ്ട് കേട്ടോ. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് പിള്ളേരെ കൊണ്ട് ചാടിച്ചു. ഒരു കുഴപ്പമില്ല, വെള്ളം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. നമ്മൾ എത്രയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും വെള്ളം അനങ്ങുന്നില്ല കേട്ടോ. ഈ സ്ക്രീനിൽ കാണിക്കുന്ന എമ്മയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 55% ഇപ്പൊ തന്നെ ഓൾറെഡി ഓഫ് ഉണ്ട്. അതുമല്ല, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ജിനോ 55 എന്നുള്ള കോഡ് എൻ്റർ ചെയ്യുവാണെങ്കിൽ 15% എക്സ്ട്രാ ഓഫ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ എമ്മയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയോ. അമ്മ ബെഡ് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇഷ്ടപ്പെട്ടോ? ബെഡ് മേടിച്ചെന്നുള്ള പരാതി ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ പോയി ഇനി ഞാൻ പോയി എന്റെ ചെറിയ ബെഡ് ഉണ്ടാക്കട്ടെ. നമ്മുടെ എമ്മ മാട്രസിന്റെ മെറ്റീരിയൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ടച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല ഫീലാണ്. അപ്പൊ നമുക്ക് ആ ടൈപ്പിലുള്ള ഒരു മെറ്റീരിയൽ വേണമായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള തുണികളൊന്നും നോക്കിയപ്പോൾ നമുക്ക് അത്രയും സോഫ്റ്റ് ആയുള്ള തുണിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തുണികൾ തപ്പിയിട്ട് നമ്മുടെ ഹിന്നർ ബനിയൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എമ്മയുടെ അത്ര ഇല്ലെങ്കിലും കുറച്ച് ഫീൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തവണ ഞാനല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ ഡ്രൈവറിന്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തയ്ച്ച് നോക്കിയത്. ലക്കിലി അത് ഓക്കെ ആയി. പക്ഷേ ഇത്തവണ നമ്മളെന്താണെന്ന് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ തയ്യലിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ, മമ്മിയാണ്. അപ്പോൾ മമ്മിയോട് ചോദിച്ചപ്പോഴത്തേനും മമ്മി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മമ്മീനെ കൊണ്ടാണ് കേട്ടോ നമ്മൾ ബെഡ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് മമ്മിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഐഡിയ ആണ് കേട്ടോ, ഈ തുണി എടുക്കാന്നുള്ള. മമ്മി നല്ല തുണി മേടിക്കാന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇത് അത്യാവശ്യം സോഫ്റ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. അതുപോലെ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു സംഭവം മമ്മി എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്തു വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം അല്ലേ മമ്മി? മമ്മിക്ക് അറിയാം, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഇതുണ്ടല്ലോ, ഇതും ഇതുപോലെ തന്നെ മമ്മി പറഞ്ഞൊരു ഐഡിയ ആണ്. ഇത് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ബെഡിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ആ ഒരു ഷേപ്പൊക്കെ വരും. അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ ഒരു ഗ്രേ കളറാണ് കേട്ടോ വരുന്നത്. ഗ്രേയും ബ്ലാക്കിഷൂടെ മിക്സ് ആണ്. അടി പിടിപ്പിക്കാനുള്ള ഒരു പീസും കൂടെ മതി. അടി പിടിപ്പിക്കാനുള്ള ഒരു പീസ്. ഓക്കെ. അതെ, ഇതാണ് കേട്ടോ മമ്മിയുടെ മെഷീൻ. എൻ്റെ ഓട്ടോമാറ്റിക് മെഷീനാണ്. മമ്മിക്ക് എത്ര വർഷം മുമ്പ് തയ്ക്കാൻ തുടങ്ങിയ മമ്മി? ഞാനോ 13 വയസ്സുള്ളപ്പോൾ തയ്യൽ പഠിച്ചതാണ്. 13 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഇപ്പം 65 വയസ്സായി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ എത്ര നാൾ മുമ്പ് തയ്ക്കാൻ തുടങ്ങിയാന്ന്. അപ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് മെഷീനാണ് കേട്ടോ മമ്മി യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറേ കാലമായിട്ട് തയ്ക്കുന്നില്ലല്ലോ. അത് ശരിയാണ് കേട്ടോ. മമ്മിക്ക് അതുകൊണ്ട് മമ്മി കുറേ കാലമായിട്ട് തയ്ക്കാത്തതുകൊണ്ട് മമ്മിക്ക് ഞാനൊരു പണി കൊടുത്തേക്കുവാണ്. ഞാനിനി അധികം സംസാരിച്ച് മമ്മിയുടെ കോൺസെൻട്രേഷൻ കളയുന്നില്ല. തയ്ക്കുന്ന മാത്രം നിങ്ങളെ കാണിച്ചു തരാമേ. അങ്ങനെ സാധനത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ കണ്ടപ്പോഴത്തേക്കിനും ശരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ഇവർ തയ്ക്കുന്നത് കേട്ടോ. അത് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാകുന്നത്. ഇച്ചിരി അടിക്കാണ്ടെന്നൊക്കെ മമ്മി പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം തീർന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണോ വരണ്ടേ? പെർഫെക്റ്റ്. സെറ്റായോ മമ്മി? ഇനി ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, മമ്മി എന്നോട് പറയാതെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ സംഭവം. ഇതാണ്. ഇതിലെ ഈ പാട് നിങ്ങൾ കണ്ടല്ലോ, ഇത് ചുമ്മാ പാടല്ല. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇവിടെ ശരിക്കും എഡ്ജ് കറക്റ്റ് നമ്മുടെ എമ്മ മാട്രസിൻ്റെ പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് മമ്മി എന്നോട് പറയാതെ ചെയ്തൊരു സംഭവമാണ്. എന്താണത്? അടിപൊളി, ഹൈഫൈ, സൂപ്പർ. ഇത്ര എനിക്ക് അറിയത്തില്ലായിരുന്നു. മമ്മി പറഞ്ഞ അനുസരിച്ചിട്ട് ഇത് എത്ര വേണേലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് മമ്മി പറയുന്നത്. ഇനി ഇടാൻ പറ്റുമോ ലൈൻ? ഉണ്ടോ? എത്ര ലൈൻ വേണേലും ഇടാന്ന് പറഞ്ഞു. കുറച്ച് സ്പീഡിൽ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ടാണ് മമ്മി എത്ര നേരം ഇരുന്ന് കാലുവേദന എടുക്കണ്ടെന്ന് കരുതി ഞാൻ കുറച്ച് ലൈൻ ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു കുറച്ചുകൂടെ ലൈൻ ഇടാന്ന്. ഇതുണ്ടല്ലോ, കാണിച്ചാ മമ്മി ഒന്ന് പോകാൻ. അതുകൊണ്ട് അല്ലാതെ ഞാൻ ഓർത്ത് എന്റെ വീഡിയോയുടെ മെച്ചം കൊണ്ട് എല്ലാരും കമന്റ് പറയുന്നതായിരിക്കും. നോക്കട്ടെ, കാണിച്ചു തന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് ഫ്രണ്ട് ഇത് കണ്ടല്ലോ. ഇതിനകത്ത് നമ്മൾ അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ വരും. എന്നാലേ അതിന്റെ ഇമ്പാക്ട് അറിയാൻ പറ്റുള്ളൂ. മമ്മി താങ്ക് യു സോ മച്ച്. ഇനി ബാക്കിയുള്ള പണി എനിക്കാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ഇതിന് ഷേപ്പിലുള്ള ഫോം ഫില്ല് ചെയ്ത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് വരുന്ന പോലെ
ഒരു ചെറിയ കട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എണ്ണക്കാരൻ എനിക്ക് അവിടെ വിളിച്ച് ജോലി തരുമോ? സിജി പെട്ടെന്ന് നോക്കി എങ്ങനെയുണ്ട്? 10-15 മിനിറ്റ് എടുത്തുള്ളൂ. കലാപകാരിയാണോ? ശരിക്കും അതേ കളറ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി, അതുപോലെയൊക്കെ തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ മാട്രസിന്റെ കവറുമായിട്ട് നമ്മൾ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് പൊടിയൊക്കെ പറ്റിയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ശരിക്കും ഇനിയും ഒരുപാട് ലൈൻസ് ഇതുപോലെ ഇടാമെന്ന് മമ്മി പറഞ്ഞതാണ്. നമ്മുടെ ശരിക്കും ML ഉള്ള പോലെ തന്നെ ഇങ്ങനെ കവറുമായിട്ട് ഇടാമെന്ന് പറഞ്ഞാണ്. പക്ഷേ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ മമ്മിക്ക് ഒരുപാട് സ്ട്രെയിൻ കൊടുത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇത്ര ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അകവശമൊക്കെ ഉണ്ടല്ലോ, സ്റ്റിച്ചിങ് കംപ്ലീറ്റ് അകത്താണ് വന്നിരിക്കുന്നത്. അതുപോലെ അകത്തൊരു ചെറിയ ഫോമും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് പീസ് ഇതേ നമ്മുടെ പഴയ യോഗ മാറ്റാണ് 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ അകത്ത് വെക്കേണ്ട ഫോമും അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഹാർഡാണ്, പിന്നെ സോഫ്റ്റും ആണ് കേട്ടോ. എമ്മ മാട്രസിൻ്റെ അത്രയും സോഫ്റ്റ് അല്ല, എന്നാലും സോഫ്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കവറിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഏകദേശം നമ്മളൊന്ന് വെച്ച് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു. ഇത് ഇത്രയും കൂട്ടി ഒട്ടി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ആ ഷേപ്പ് നമുക്ക് കറക്റ്റ് കിട്ടണം, അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, ഒന്നും ചെയ്യാതെ തന്നെ ഇത്രയും വന്നിട്ടുണ്ട്. പക്ഷേ കോർണേഴ്സ് നമുക്ക് കുറച്ചും കൂടെ സേഫ് ആക്കി എടുക്കണം. നമ്മി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തയ്ച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് വലിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ ശരിക്കും ഇതെടുത്ത് ഫസ്റ്റ് ട്രയൽ നോക്കിയപ്പോഴത്തേക്കിന് നൂല് വലിഞ്ഞു പോയതാണ്. ഓക്കെ, വലിയ കുഴപ്പമില്ല കേട്ടോ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അടിവശമൊന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾ നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് തോന്നിയെന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും ആ കമൻറ്റ് എനിക്കല്ല, മമ്മിയുടെ വർക്കിനാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് കേട്ടോ. അതുപോലെ എഡ്ജസ്റ്റും എല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. മമ്മി ഇവിടെ ഇങ്ങനെ തയ്ച്ചതുകൊണ്ട് ഈ ഒരു ബെഡിൻ്റെ ആ ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. മമ്മി പറഞ്ഞാണ് കേട്ടോ കുറച്ചുകൂടെ ചെയ്യാമെന്ന്, ഞാനാണ് പറഞ്ഞ് വേണ്ടെന്ന്. ഒരു സൈഡ് ഏകദേശം ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതങ്ങനെ നമ്മുടെ ബെഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാനല്ല, മമ്മിയാണ് കേട്ടോ. ഈ സൈഡൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റ് സ്ട്രെയിറ്റ് ആണ്. അതുപോലെ മൊത്തത്തിലുള്ള ഷേപ്പും അതുപോലെ തന്നെ നമ്മുടെ എമ്മ മാട്രസിൻ്റെ കളേഴ്സും അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്കൊരു കട്ടിലും കൂടി ഉണ്ടാക്കണം. ഇപ്പോൾ കട്ടിൽ നമ്മളിപ്പോൾ ടെമ്പററി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഫൈനലി ഗ്യാരേജിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തടിയിൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഷീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് കുറച്ച് പീസ് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ച് ഇനി കട്ടിലാക്കി എടുക്കാം. അപ്പോൾ കാലിന് വേണ്ടി നമ്മൾ ഇങ്ങനെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിലിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഷീറ്റ് അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ സൈഡൊക്കെ ഒന്ന് സാൻഡ് ചെയ്ത് കുറച്ച് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്യാരേജിൻ്റെ ഫൈനൽ സ്റ്റൈലാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ബെഡിനെ ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. കുറച്ച് വെയിറ്റ് ഉണ്ടോ കേട്ടോ ബെഡിന്. സൈസൊക്കെ നമ്മൾ മെഷർ ചെയ്താണ് ചെയ്തത്, അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ അപ്പോൾ നമ്മുടെ എമ്മ മാട്രസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എമ്മ മാട്രസ് അല്ല, നമ്മുടെ മിനിയേച്ചർ എമ്മ മാട്രസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയൽ ആയിട്ടുള്ള മാട്രസിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ക്രീനിൽ കാണുന്ന ഈ കോഡ് എൻ്റർ ചെയ്യുവാണെങ്കിൽ 50% എക്സ്ട്രാ ഓഫ് കിട്ടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ, ഈ മാട്രസ് ഉൾപ്പെടെ നമ്മുടെ ബാക്കി സാധനങ്ങളെല്ലാം നമുക്കെടുത്ത് ഗ്യാരേജ് സ്പേസിൽ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ടേബിൾ ഒരുപാട് നാൾ കൂടിയാണ് കേട്ടോ. ഒരു 8 മാസത്തോളമായി നമ്മൾ ഇവിടുന്ന് ഗ്യാരേജ് വിളിച്ചിട്ട്. പിന്നെ നമ്മുടെ സൈഡിലുണ്ടായിരുന്ന ഷെൽഫ്, ഗ്യാരേജിൻ്റെ ഡോറ്, ചെയർ, പിന്നെ നമ്മുടെ ഗ്യാരേജിൻ്റെ വോള് ചെയ്യാൻ വേണ്ടി ഇത്രയാണ് നമ്മൾ വൈറ്റ് ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലി നമ്മുടെ എമ്മ മാട്രസും കൂടെ നമ്മൾ വെക്കുവാണ്. ശരിക്കും ഈ ഒരു മാട്രസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ മുകളിലൊരു സ്പേസ് ഉണ്ടാക്കും. ഒരു ഓഫീസും ഒരു ലിവിങ് സ്പേസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇത്തവണ ഇത്ര ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. ഗ്യാരേജിൻ്റെ വീഡിയോ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.